ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ചിറാപുഞ്ചിയിൽ ഒരു മൗസ്മായി MAWSAMI മൗസ്മായി കേവ്, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സെവൻ സിസ്റ്റേഴ്സ് വാട്ടർഫാളിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 2 മിനിറ്റോടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് ഈ സ്ഥലത്തേക്ക് മൗസ്മായി ഗുഹയുള്ള, അതൊരു ഫേമസ് ഗുഹയുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മളെ വണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാലാവസ്ഥ നല്ല അടിപൊളി കാലാവസ്ഥയാണ്, അതുകൊണ്ട് നല്ല സുഖമാണ്. മഴ ഇല്ലാത്തതുകൊണ്ട്, മഴ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ റോഡിൻ്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്, സെൻട്രലിൽ കൂടി ഇങ്ങനെ ടാറും ചെയ്തിട്ട് ഉള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഈ കാണുന്നതാണ് ഈ ഗുഹന്റെ അങ്ങോട്ടേക്കുള്ള കോമ്പൗണ്ടിലേക്കുള്ള വഴി. ഇതിൻ്റെ അകത്ത് ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് പിന്നെ ഇതിന് എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞു. ഇവിടെ അല്ല, ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടുത്തെ ഇതിൻ്റെ ഗുഹന്റെ ഒരു ഫോട്ടോ കാര്യങ്ങളും പേരൊക്കെ ഉണ്ട്. മൗസ്മായി കേവ് എന്നുണ്ടല്ലേ, അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേ ഇനി അങ്ങോട്ടേക്ക് കടന്നിട്ട് വേണം നമ്മുടെ ഗുഹന്റെ അങ്ങോട്ടേക്ക് പോകാൻ. വണ്ടി ഇതുവരെ ഉള്ളു നിർത്തില്ല, നമ്മുടെ പ്രൈവറ്റ് വണ്ടി. ഇതിന്റെ കടയിൽ ഇവിടെ കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ ഓരോ വണ്ടിയും കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടൂറിസ്റ്റേഴ്സിന്റെ വണ്ടി ഇതിന്റെ ആ ഭാഗത്താണ്, ഇതിന്റെ അപ്പുറത്താണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാണ്, ഇതിങ്ങനെ ഒരു ചെറിയൊരു കയറ്റാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇവിടൊക്കെ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞില്ലേ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് കണ്ടമാനം ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗം. ഇത് അവിടെ നിന്ന് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് വന്നത്. ഇനി ഇങ്ങനെ കയറ്റം കയറിയിട്ട് അങ്ങനെ പോകണം. ഇവിടെ കുറച്ച് ഒരു ചെറിയൊരു വെള്ളം കെട്ടി നിൽക്കുന്നൊരു ഇതൊക്കെ ഉണ്ട്. ഇതിലേ അങ്ങനെ പോവുക. ഇവിടെ ഒരു ചുവന്ന കളറില് പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ഫോട്ടോഷൂട്ട് ഏരിയ ആണെന്നുണ്ട് ഇവിടെ ഈ ഒരു ഭാഗം, മൗസ്മായി കേവ്. ഇനി ഇവിടുന്ന് ആൾക്കാർ വരുന്നുണ്ടല്ലേ, ഇതിലേ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ കയറി പോകണം. ഇതിന്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ടിക്കറ്റ് വലിയവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയും ആണുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ ടിക്കറ്റ് കൗണ്ടർ. ഇതിലേ അങ്ങോട്ട് കടന്ന് എൻട്രൻസും അപ്പുറത്ത് കൂടി എക്സിറ്റും ആണ്. ഇതിലേ അങ്ങോട്ടേക്ക് കയറി പോയിട്ട് ഇതിന് മറ്റേ ഭാഗത്ത് കൂടി എക്സിറ്റും ആണ്. അപ്പൊ ഇനി ഇതിന്റെ അകത്തേക്ക് കയറിയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അവിടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് 10, വലിയവർക്ക് 30 ഒക്കെ ഉള്ള. അപ്പൊ ഇനി ഇതിലെവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡും ഉണ്ട്, മേഘാലയക്കാരൻ തന്നെയാണ്. അപ്പൊ ഇനി അങ്ങനെ ആയിട്ട് പോവാണ്. ഇതാണ് 400 സ്റ്റെപ്പ്. മറ്റേതെന്നൊരു അത് നോക്കുമ്പോ ഒന്നുമല്ല. മറ്റേ 7,000 സ്റ്റെപ്സ് അല്ലേ എബോ. ഇത് നിയർലി 400 സ്റ്റെപ്സ്. എന്റെ വീട്ടിൽ സിറ്റ് ഔട്ടിൽ 2 വലിയ തടി ഷൂ കയറ്റി വലിയ തടി സീറ്റിംഗ് പോലെ. അപ്പൊ ഇവിടുന്നാണ് നമ്മുടെ ഗുഹ തുടങ്ങുന്നത്. മേഘാലയയുടെ ഭൂമിശാസ്ത്ര ചരിത്രത്തിലേക്ക് പിന്നെ ഒരു അതിശയകരമായ പാറക്കൂട്ടങ്ങൾക്കും ഫോസിലുകൾക്കും പേരുകേട്ടതാണ് ഈ മൗസ്മായി ഗുഹ. ഇത് ലൈംസ്റ്റോൺ ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതിന്റെ മുകളിൽ നിന്നും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉറ്റും താഴെ ഉറ്റും. അപ്പൊ നമുക്കിത് ഇങ്ങനെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നടന്ന് ഇതിന്റെ മറുഭാഗത്തേക്ക് എത്തണം. ഇതൊരു കാട് പിടിച്ചൊരു ഭാഗത്താണ് ഇതിന്റെ ഈ ഒരു ഇത് നിൽക്കുന്നത്. ഇതിലൊക്കെ നനവും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. കംപ്ലീറ്റ് ഇതിൽ കൂടി ചുറ്റി കറങ്ങിയിട്ട്
ഇതിന്റെ അപ്രത്യേകത ഇവിടെ ഗവൺമെന്റ് ഇവിടെ ഇടയ്ക്ക് ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ വെളിച്ചം, അല്ലെങ്കിൽ തീരെ വെളിച്ചം ഉണ്ടാവില്ല. അപ്പൊ നമുക്കിതങ്ങനെ നടന്ന് അങ്ങനെ കാണാം. ഇവരെ വിദ്യാഭ്യാസം ആവില്ല നമ്മുടെ കൂട്ടത്തില്. പറയോ ഇവിടെ ലൈറ്റ് ഉണ്ട്. मगर वीडियो करने आदित्य होता है ना फोटो में आज भी नाम नहीं आ रहा है ലൈംസ്റ്റോൺ. यो रिटर्न यो चलो बच्चा अमेरिका ले तो आना नहीं रही है क्या आई थिंक बट देयर इज नो वे टू गो देयर इज नो वे टू गो एंड द एंड जाने को तो है लेकिन अपने जैसे लोग नहीं जा पाएंगे नहीं एकदम आते वापस कर ले आते ബാഗിഞ്ഞ് പോരുന്നു കേട്ടോ നിങ്ങളുടെ കൂടെ. തല മുട്ടിയ തല അവിടെ പറ്റിയിരിക്കുവേ. ഭയങ്കര ഹാർഡായി സംഭവം. എന്റെ അവിടെ നേട്ടേക്കാം. ഇത് അപൂർവമായ ഒരു സംഭവം ഇല്ല. പുറവശം നോക്കണം മോൾ ഭാഗം കുറച്ച് എന്തല്ലേ ലോകത്ത് സൃഷ്ടിച്ചു ഇത് വലിയ സ്റ്റോൺ ശരിക്കും ചെറുതായതായിരിക്കുമല്ലേ? വെള്ളം മുറ്റുന്നുണ്ടല്ലേ? ഒരാൾക്ക് ഇങ്ങനെ നൂണ്ട് കിടക്കാനുള്ള ആ ഒരു സൈസ് സ്ഥലമാണ് ഇതിലുള്ളത്. ടെസ്റ്റ് ഡോസ് കൊടുത്തു ചില സ്ഥലങ്ങൾ ഇങ്ങനെ വിശാലമുണ്ട്, പക്ഷെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര നേരമാണ്. നല്ലൊരു ഫോർമേഷൻ എന്താ വേറെ ശില്പികള് കുത്തിയെടുത്തോ. ലൈംസ്റ്റോൺ അല്ല അതിന് ലാറ്ററൈറ്റ് ചെങ്കല്ലി. തെറ്റാനില്ല. Easy, it's okay. Take few more seconds, no, but be safe. 0.5 seconds also. ടൂറിസ്റ്റേഴ്സ് ഫോട്ടോ എടുക്കുകയാണ്. Yeah, perfect. Yes.
ഇതിവിടെ ഒരു ഫോട്ടോഷൂട്ട് ഏരിയ ആണ്. ഏക് ഫോട്ടോ ഇത് ഗുഹന്റെ കേവിന്റെ എൻഡ് ഭാഗം. ഇവിടെ ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്നവരെല്ലാവരും ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തോളുണ്ട്. Okay, smile. Smile. Okay, I'll take out a video. You can just come out. Okay. Yeah. Wait. Many people wait. Thank you so much. No problem. Thank you. Yasin. അപ്പൊ ഇതിലെ അങ്ങോട്ട് പുറത്തേക്ക് കിടക്കുക. How is Hyderabad? How is Hyderabad? Good. Hi. ഇത് വേറൊരു എക്സിറ്റ് അങ്ങോട്ടേക്ക് ഉള്ളത്. നമ്മൾ ഇതിലെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് കടക്കണം. ഇതൊന്നൊരു സ്റ്റെപ്പല്ല. അതിലേ കയറിയിട്ട് ഇതിലെ എക്സിറ്റ്. ഇതിവിടെ ഫോട്ടോ എടുക്കുന്ന ഏരിയയാണ്. അതായത് മേഘാലയക്കാരുടെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ. നമ്മള് കാശ്മീരിലൊക്കെ പോകുമ്പോൾ പൂന്തോട്ടത്തിൽ കാശ്മീരിൽ ഡ്രസ്സ് ഇട്ടില്ലേ, അപ്പൊ ഇവളാണ് അതിന്റെ ചാർജ് ഉള്ള ആള്. ഇവളിട്ടൊരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഒരു മുകളിൽ അതിന് ജാങ്കീർ ഷാ എന്നാ പറയാ. അതിങ്ങനെ ഒരു തുണി ഇങ്ങനെ സേഫ്റ്റി പിന്നുകൊണ്ട് ഒരു കഴുത്തിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ട് മറ്റേ കക്ഷത്തിന്റെ അടിയിൽ കൂടി ഇങ്ങനെ വന്നിട്ട് അങ്ങനെയാണ് അത് ഉണ്ടാകുക. ഉള്ളിൽ ചിലർ പാൻറ് ഇട്ടുണ്ടാവും, സൽവാർ പോലത്തെ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുണ്ടാവും. അതിനാണ് ജാങ്കീർ ഷാ എന്നാണ് ഇവര് ഇതിന് പറയാറുള്ളത്. ഇവരെല്ലാരും ധരിക്കുന്നതാണ് ഇവിടെയുള്ള പെണ്ണുങ്ങള്. നമ്മുടെ ഗ്രൂപ്പിലുള്ള പിന്നെ പെണ്ണുങ്ങളൊക്കെ ഇവരെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ നമുക്ക് എടുക്കാം. ഡ്രസ്സിന് മാത്രം 100 രൂപയും ഫോട്ടോ എടുക്കണമെങ്കിൽ 50 രൂപയാണ് ചാർജ് ഉള്ളത്. ഇതിന്റെ കഴുത്തിന്റെ മുകളിൽ ഇങ്ങനെ കെട്ടുന്നത് അതാണ് ജാങ്കീർ ഷാ എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെ വന്നിട്ട് ഒരു കൈയിന്റെ അടിയിൽ കൂടി പോയിട്ട് ഇതിന്റെ ടോപ്പിൽ ഇങ്ങനെ പിന്നിൽ കുത്തും. അത് പല കളറിലുള്ളതുണ്ട്, ഉണ്ടല്ലേ. ആ ചുവപ്പ് ഡ്രസ്സും അവരെ തന്നെയാണ്. പിന്നെ അതായത് മേഘാലയക്കാരുടെ ഒരു ഇതാണ്. ഇവളെ റോസ് ഉണ്ടല്ലോ, ഓരോ കഴുത്തിന്റെ അടിയിൽ കൂടി ഇങ്ങനെ കെട്ടിയിട്ട് ഉണ്ടല്ലോ, അത് അവളെ ജാങ്കീർ ഷാണ്. ഓരോരുത്തർക്ക് എല്ലാരും ഇവിടെ ജാങ്കീർ ഷാ ഇട്ടിട്ടാണ് നടക്കുക പെണ്ണുങ്ങൾ. പൊതുവെ ഒരു തട്ടടുന്ന പോലെ മറിച്ചിട്ടുള്ളൊരു മോഡലാണ്. അപ്പൊ ഈ ഫോട്ടോത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 100 രൂപയാണ് ഞമ്മക്ക് ഫോട്ടോ എടുക്കാൻ. അവര് ഫോട്ടോ എടുത്തിട്ട് പ്രിന്റ് വരും. അതിനാണെങ്കിൽ 50 രൂപ. ചാർജൊക്കെ വളരെ കുറവാണ് ഇവിടെ. പിന്നെ പലവിധ ആക്ഷനും മറ്റേ എന്താ പറയാ പൂക്കളും ഒക്കെ ഇട്ടിട്ടുള്ള. ഇത് മഞ്ഞ കളറാണ് ഇപ്പൊ ഇവരെ ഇടുന്നത്. മഞ്ഞാണ് അത്യാവശ്യം ഇന്റെ കളറാണ്. ഒരു നല്ല കളർഫുൾ ഡ്രസ്സാണ് ഈ മേഘാലയക്കാര്. മഞ്ഞയും ചുവപ്പും പച്ചയും ഒക്കെ. ഞാൻ ഭയങ്കര കളറിന്റെ ആളാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഫോട്ടോ എടുക്കുന്നതൊക്കെ ഒന്ന് കാണാൻ. അങ്ങനെ കുറച്ച് കയറി നടന്ന് പതുക്കോ താലപ്പൊലി എന്തി വരികയാണ് 2 കന്യകൾ. ഇതൊക്കെ നാളെ വ്ളോഗിനകത്ത് വരും. മായയുടെ കൈയിട്ട് ഞാനിവിടെ വരട്ടാനാ. പതുക്കെ ഇറങ്ങി ഇങ്ങോട്ട് നോക്കിക്കോട്ടാ.
അങ്ങനെ നമ്മുടെ ഗുഹ കണ്ടു കഴിഞ്ഞു. അപ്പൊ മേഘാലയയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ചിറാപുഞ്ചിയിലുള്ള ഈ ഗുഹ ഒന്ന് കാണണം. ഗുഹക്ക് പുറത്ത് ഇവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കറണ്ടിലല്ല, കൈകൊണ്ട് തിരിച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് ആവും നമുക്ക് കാണാം. നമുക്ക് എങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. നല്ലത് മറ്റേ ഇങ്ങനെ തിരുമ്മി എടുക്കണ मैं देखूंगा ये कोई केमिकल नहीं, मैं चेक करूंगा कि कोई केमिकल ना मिले, मैं चेक करूंगा कि कोई केमिकल नहीं. कोई केमिकल नहीं है, नेचुरल है. हाँ, क्योंकि ऑरेंज हमारे सामने कट हो रहा है. इस पे वेट नहीं डालना बेवकूफ. ചിറാപുഞ്ചിയിലെ മുസംബി ജ്യൂസാണ്. उनका हाथ भी क्या होगा? അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.